നെഞ്ചിൽ കൈവച്ച് പറയണം, എത്ര പേർക്ക് ആ ദൃശ്യങ്ങൾ കണ്ട ഒരു ഞെട്ടൽ, ഒരു ആധി, ഒരു സങ്കടം ഉണ്ടായി. ഒന്നും ഉണ്ടായില്ലെങ്കിലും ഒരുതരം നിർവികാരതയാണെങ്കിലും അത് നമ്മുടെ കുറ്റമല്ല. കാരണം ഒരു ജലദോഷപ്പനി വരുമ്പോൾ അത്രയ്ക്ക് ഈ നാട്ടിൽ ഈ തെരുവുനായ പെരുക്കം, കുഞ്ഞുങ്ങളുടെ പ്രാണൻ പിടയുന്ന ആർത്തനാദങ്ങൾ, ജന്മകാലത്തോളം നീണ്ടു നിൽക്കുന്ന ട്രോമ, തെരുവിലെ ചോര, മനുഷ്യമാംസം കടിച്ചു കീറുന്ന പട്ടികൾ, നമുക്കത് പുതുമയല്ലാത്തതുകൊണ്ടാണ് ആ ഞെട്ടലില്ലായ്മ. ആവർത്തിച്ച് വാർത്തകൾ വരുമ്പോഴും സർക്കാരുകൾ അയ്യോ ഞങ്ങളെന്ത് ചെയ്യാനാ എന്ന നിസ്സഹായത, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തുതട്ടലല്ലാതെ ഒന്നും സംഭവിക്കാറില്ല. നമുക്കത് ശീലമായി. ആരും ചോദിക്കാനില്ലാത്ത ഗൂണ്ടകൾ കണക്ക് തെരുവാഴുന്ന ഈ പട്ടികൾ കടിച്ചു കീറുന്നത്, കൊല്ലുന്നത് കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, വയോധികരെ, ആവതില്ലാത്ത മനുഷ്യരാണ് ഇക്കൂട്ടത്തിന്റെ പ്രധാന ഇരകൾ. ആകെ പറയുന്ന പരിഹാരം ABC, ആനിമൽ ബർത്ത് കൺട്രോൾ. കഴിഞ്ഞ ഒറ്റ വർഷം ഈ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ നായകളുടെ കണക്കെടുത്താൽ മുടിഞ്ഞ കോമഡിയാണ്. ഇനി വന്ധ്യംകരിച്ചാൽ ഞങ്ങൾ ആരെയും കടിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തല്ല ആ നായകൾ ബാക്ക് ടു സ്ട്രീറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ നായവാഴും നരകകാലത്താണ് സുപ്രീം കോടതി ഇടപെടൽ. ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു പരമോന്നത നീതിപീഠം. ഇക്കണ്ട നായകളെയൊക്കെ പിടിച്ചു കൂട്ടണം എന്നത് ഇനി ഉഴപ്പിക്കളിക്കാനാവാത്ത വണ്ണം കർശനമായ നിർദ്ദേശമാണ്. ആയിരക്കണക്കിനും പതിനായിരക്കണക്കൊന്നും അല്ല, ലക്ഷക്കണക്കിനാണ് ഈ നായ്ക്കളെ എവിടെ കൊണ്ട് തള്ളും എന്ന ചോദ്യം നിൽക്കുന്നുണ്ടെങ്കിലും നീതിപീഠത്തിന്റെ ഇടപെടൽ സർക്കാരുകളുടെ ഉദ്യോഗസ്ഥരുടെ മൂട്ടിൽ തീയിടുന്നതാണ്. പേവിഷബാധയേറ്റ് കുരുന്നുകൾ അങ്ങേയറ്റം വേദനാമരണങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു കെട്ടകാലത്ത് ആ ഇടപെടൽ നടത്തിയ സുപ്രീം കോടതിക്ക് മനുഷ്യപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.